അൻവറിന്റെ ആരോപണത്തിൽ ADGP MR അജിത് കുമാറിനെതിരെ ഹൈക്കോടതിയിൽ പൊതു താൽപര്യ ഹർജി. വിവരാവകാശ പ്രവർത്തകനായ ജോർജ് വട്ടക്കുളമാണ് ഹർജിക്കാരൻ. ADGPക്കെതിരെ സമഗ്രമായ അന്വേഷണം വേണമെന്നതാണ് ഹർജിയിലെ പ്രധാന ആവശ്യം. രേഷ്മ ബാബു വിശദാംശങ്ങൾ നൽകാനായി അല്പസമയത്തിനകം തന്നെ ചേരും. എന്തായാലും പൊതു താൽപര്യ ഹർജി കൂടി കോടതിയിൽ, അതും ഹൈക്കോടതിയിൽ സമർപ്പിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. PV അൻവർ നിരന്തര ആരോപണം അത് ഉന്നയിച്ചിരുന്നത് ADGP MR അജിത് കുമാറിനെതിരെയായിരുന്നു. കഴിഞ്ഞ 3 ദിവസങ്ങളിലായി രാഷ്ട്രീയ കേരളം, പ്രത്യേകിച്ച് ഇടത് രാഷ്ട്രീയത്തെ ആകെ കുലുക്കിമറിഞ്ഞ ആരോപണങ്ങൾ. അതേ തുടർന്ന് മുഖ്യമന്ത്രിയുമായി നടത്തിയ ചർച്ചകൾക്കൊടുവിൽ PV അൻവർ MLA താൽക്കാലികമായി മാധ്യമങ്ങളോട് ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് നിർത്തിയെങ്കിലും ഈ ആരോപണങ്ങൾ തൊടുത്തുവിട്ട വിവാദങ്ങൾ കൊഴുക്കുകയാണ്. രേഷ്മ ബാബുവിലേക്ക്. രേഷ്മ, ഈ പൊതു താൽപര്യ ഹർജി സമർപ്പിച്ചിരിക്കുന്നുവെന്ന് മനസ്സിലാക്കുന്നു. എന്തൊക്കെയാണ് ഹർജിയിലെ പ്രധാന ആവശ്യങ്ങൾ? PV അൻവർ MLA നിലവിൽ ADGP MR അജിത് കുമാറിനെതിരെ ഉന്നയിച്ച ആരോപണങ്ങളിന്മേൽ സമഗ്രമായിട്ടുള്ള അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഹൈക്കോടതിയിൽ പൊതു താൽപര്യ ഹർജി എത്തിയിരിക്കുന്നത്. വിവരാവകാശ പ്രവർത്തകനായ ജോർജ് വട്ടക്കുളമാണ് ഹർജി നൽകിയത്. ഹർജിയിലെ പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറയുന്നത് സമഗ്രമായിട്ടുള്ള അന്വേഷണം, അതോടൊപ്പം തന്നെ കോടതി മേൽനോട്ടത്തിൽ കേന്ദ്ര ഏജൻസി അന്വേഷണം നടത്താനായിട്ടുള്ള ഒരു നിർദ്ദേശം കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്നുള്ളതാണ്. എന്തായാലും അൻവർ ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങൾ അതിൽ ഗുരുതരമായിട്ടുള്ള സ്വഭാവമുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ കൃത്യമായിട്ടുള്ള അന്വേഷണം ഉണ്ടെങ്കിൽ മാത്രമേ സത്യം പുറത്തു വരൂ എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഈ ഹർജിക്കാരൻ ഉന്നയിക്കുന്ന വാദം. എന്നാലും ഈ PV അൻവറിന്റെ ആരോപണങ്ങളും അതുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങളും കൊഴുക്കുന്ന ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഹൈക്കോടതിയിൽ ഒരു പൊതു താൽപര്യ ഹർജി എത്തിയിരിക്കുന്നത്. ഇതിൽ എതിർകക്ഷി എന്ന് പറയുന്ന 2 പേരാണ്. ഒന്ന് സംസ്ഥാന സർക്കാരും അതോടൊപ്പം തന്നെ DGPയുമാണ്. എന്തായാലും നിലവിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അൻവർ ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങളിൽ മേൽ ഏതെങ്കിലും തരത്തിൽ അന്വേഷണം നടക്കുന്നുണ്ടോ, അതിന്റെ നിലവിലെ അവസ്ഥ എന്താണ്, ഇതടക്കമുള്ള കാര്യങ്ങളായിരിക്കും പ്രാഥമിക ഘട്ടത്തിൽ ഹൈക്കോടതി സർക്കാരിനോട് ആരായുക. എന്തായാലും നിലവിൽ ഇന്ന് ഹർജി ഫയൽ ചെയ്തിട്ടേ ഉള്ളൂ. അടുത്ത ദിവസമായിരിക്കും ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് അടങ്ങിയ ഡിവിഷൻ ബെഞ്ച് ഈ ഹർജി പരിഗണിക്കുക. സംസ്ഥാന സർക്കാരിനോട് വിശദീകരണം തേടിക്കൊണ്ടുള്ള ഒരു പ്രാഥമിക നടപടിയായിരിക്കും കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുക. എന്തായാലും അൻവറിന്റെ ആരോപണങ്ങൾ ഗുരുതര സ്വഭാവമുള്ളതായതുകൊണ്ട് തന്നെ കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം വേണമെന്നുള്ളതാണ്. നിലവിൽ FIR രജിസ്റ്റർ ചെയ്യാത്തത് കൊണ്ട് തന്നെ കേന്ദ്ര ഏജൻസി ഏത് വേണമെന്നുള്ള കാര്യത്തിൽ ഹർജിക്കാരൻ ഒരു അഭിപ്രായ പ്രകടനം നടത്തിയിട്ടുമില്ല. എന്തായാലും ഇക്കാര്യത്തിൽ കോടതി കൃത്യമായിട്ടുള്ള ഒരു മേൽനോട്ടത്തിൽ അന്വേഷണം നടത്തണം, അതായത് കോടതി ഏൽപ്പിക്കുന്ന കേന്ദ്ര ഏജൻസി അന്വേഷണം നടത്തണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആവശ്യം. രേഷ്മ ബാബുവാണ് വിശദാംശങ്ങൾ നൽകിയത്.